കടുത്തുരുത്തി നിയോജകമണ്ഡലത്തിൽ ജലസ്രോതസ്സുകളുടെ സംരക്ഷണത്തിന്റെ ഭാഗമായി 13 ക്ഷേത്രകുളങ്ങൾ നവീകരിക്കുമെന്ന് മോൻസ് ജോസഫ് എം.എൽ.എ. പറഞ്ഞു. മണ്ണക്കനാട് ചിറയിൽ ജലാധിവാസ ഗണപതി ക്ഷേത്രത്തിന്റെ തീർത്ഥക്കുളം നവീകരണത്തിന്റെ നിർമ്മാണോദ്ഘാടനം മോൻസ് ജോസഫ് എം.എൽ.എ. നിർവഹിച്ചു. ക്ഷേത്രകുളങ്ങളുടെ നവീകരണം ഒരു പ്രോജക്റ്റായി ഗവൺമെന്റ് ആദ്യം പ്രഖ്യാപിക്കുന്നത് ഞാൻ ഓർക്കുന്നു. ബഹുമാനപ്പെട്ട കെ.എം. മാണി സാറിൻ്റെ ബഡ്ജറ്റിലൂടെ ഒരു പ്രഖ്യാപനം വന്നത് ഓർക്കുകയാണ്. ക്ഷേത്രകുളങ്ങളും കാവുകളും സംരക്ഷിക്കുന്ന ഒരു പദ്ധതി ഉമ്മൻചാണ്ടി നേതൃത്വം നൽകിയ ഗവൺമെൻറ്റിൻ്റെ സമയത്ത് അനൗൺസ് ചെയ്യുകയുണ്ടായി. അന്നു മുതൽ നമ്മളിതിനു വേണ്ടിയുള്ള ശ്രമം തുടങ്ങിയതാണ്. സാറ് പറഞ്ഞത് ശരിയാണ്. ഒരു 10 വർഷക്കാലമായി ഈ ഒരു രംഗത്ത് നമ്മൾ നിരന്തരമായി വിവിധ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ അത് ബഡ്ജറ്റ് പ്രഖ്യാപനം വന്നെങ്കിലും ബഡ്ജറ്റിലൂടെ ചെറിയ തുകയാണ് അന്ന് മൊത്തത്തിൽ സ്റ്റേറ്റ് ഒട്ടാകെ വന്നിരുന്നുള്ളൂ. അതുകൊണ്ട് 1-2 സ്ഥലങ്ങൾ കൊണ്ട് ആ പദ്ധതി പെൻഡിങ് ആവുകയും പിന്നീട് ആ ഹെഡിൽ പണം വരാതെ നമുക്ക് ആ ഒരു സ്കീമിന് വേണ്ടി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ ശ്രമിച്ചിട്ട് അതിൽ കിട്ടാത്ത അവസ്ഥയുണ്ടായി. പിന്നീട് KLDC മുഖാന്തരം കൃഷി വകുപ്പിൻ്റെ കീഴിൽ വരുന്ന ഒരു സ്കീമുണ്ട്. അതിലും സത്യത്തിൽ നമ്മൾ വിവിധ ക്ഷേത്രകുളങ്ങൾ കൊടുത്തിരുന്നു. 1-2 സ്ഥലങ്ങളിലാണ് നമുക്ക് ആ ഒരു സ്കീമിൽ പിന്നീട് കിട്ടിയത്. കടുത്തുരുത്തി മണ്ഡലത്തിൽ ഒരെണ്ണം കാരിക്കോട് ക്ഷേത്രമാണ് കിട്ടിയത്. അപ്പം അങ്ങനെ വന്നപ്പോൾ അതും ഒരു സങ്കടമായി. കാരണം ഒന്നേ നടക്കുന്നുണ്ട്, ബാക്കി നടക്കുന്നില്ല. KLDC സ്കീമിലാണ്. പിന്നീട് നമ്മൾ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് വഴി ഉള്ള ശ്രമങ്ങൾ നടത്തുകയുണ്ടായി. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനും കുളങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്ന ജലസ്രോതസ്സുകളുടെ സംരക്ഷണം എന്ന നിലയിൽ കൊടുക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. അതിൽ നമ്മൾ നോക്കിയപ്പോഴും അതിൽ ഒരെണ്ണം ആണ്ടൂർ മാത്രമാണ് അന്ന് വന്നത്. ബാക്കി അതിലും ലഭിക്കാതെ വന്നു. അങ്ങനെ കടുത്തുരുത്തി നിയോജക മണ്ഡലം MLA സ്കീമിൽ നമുക്ക് ഗവൺമെൻറ് അനുമതി നൽകി 2.5 കോടി രൂപയുടെ പദ്ധതി ഇവിടെ നടപ്പാക്കുന്ന വിധത്തിലാണ് ഈ സ്കീം ഇപ്പോൾ യാഥാർത്ഥ്യമായിട്ടുള്ളത്. പ്രത്യേക പരിഗണന നൽകിയാണ് ക്ഷേത്രകുളങ്ങളുടെ നവീകരണ പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് MLA പറഞ്ഞു. മോൻസ് ജോസഫ് MLA-യുടെ ശ്രമഫലമായി സംസ്ഥാന സർക്കാർ അനുവദിച്ച 32 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ജലാധിവാസ ഗണപതി ക്ഷേത്രച്ചിറ നവീകരിക്കുന്നത്. സമ്മേളനത്തിൽ ദേവസ്വം ഭരണസമിതി പ്രസിഡന്റ് S. ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. ദേവസ്വം ഭരണസമിതി രക്ഷാധികാരിയും ചലച്ചിത്ര താരവുമായ ബാബു നമ്പൂതിരി സ്വാഗതം ആശംസിച്ചു. മരങ്ങാട്ടുപള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസിക്കുട്ടി എബ്രഹാം, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജൂബി തെക്കേൽ, പഞ്ചായത്ത് അംഗങ്ങളായ തുളസീദാസ്, ജോസ് മോൻ, ഭരണസമിതി അംഗം MS സോമൻ എന്നിവർ പ്രസംഗിച്ചു. കേരളത്തിലെ ഏക ജലാധിവാസ ഗണപതി ക്ഷേത്രമാണ് മണ്ണക്കനാട്ടെ ചിറയിൽ ഗണപതി ക്ഷേത്രം. കടുത്തുരുത്തി നിയോജകമണ്ഡലത്തിൽ ക്ഷേത്രകുളങ്ങളുടെയും ജലസ്രോതസ്സുകളുടെയും നവീകരണത്തിനും പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കുമായി 2.29 ലക്ഷത്തിൻ്റെ വികസന പദ്ധതിയാണ് നടപ്പാക്കുന്നത്. 2023-24 വർഷത്തെ സംസ്ഥാന ബജറ്റിലാണ് തുക അനുവദിച്ചത്. സർക്കാർ തലത്തിലുള്ള അനുമതികളെല്ലാം ലഭിച്ചു കഴിഞ്ഞു. നിർമ്മാണ പ്രവൃത്തി ടെൻഡർ ചെയ്ത് കരാർ വെച്ചതിനെ തുടർന്ന് നിർമ്മാണം താമസിയാതെ ആരംഭിക്കുമെന്ന് മോൻസ് ജോസഫ് MLA പറഞ്ഞു. കടുത്തുരുത്തി മണ്ഡലത്തിൽ ക്ഷേത്രകുളം നവീകരണത്തിൻ്റെ 13 പ്രൊജക്റ്റുകളാണ് വിവിധ ഘട്ടങ്ങളിലായി പൂർത്തീകരിക്കുന്നത്.